ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് ആയിട്ടാണ്. ഇത് 3 ചിക്കൻ്റെ ബ്രസ്റ്റാണ്. അത് ഞാനിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഒരു സൈഡാണെങ്കിൽ ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ്. അതുപോലെ ഇതൊരു സൈഡ് ഇതിൻ്റെ നടു ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിരിക്കുകയാണ്. ഇതൊന്നും അങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ സ്റ്റീക്കാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ടൊന്നും മസാലയൊന്നും ശരിക്കും പിടിക്കുകയോ അല്ലെങ്കിൽ ശരിക്കും ഒന്ന് വെന്ത് കിട്ടാൻ ജ്യൂസ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ചിട്ട് ഇന്ന് നമ്മളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ്റെ സ്റ്റീക്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് ഡിന്നറിനോ ലഞ്ചിനോ കഴിക്കാം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിളർത്തി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ കനം കുറഞ്ഞ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ആദ്യം ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഈ വെളുത്തുള്ളി തൊലിയോടുകൂടി ഒന്നും കളയാതെ തന്നെ തൊലിയോടുകൂടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ തൊലിയുടെയും കൂടിയിട്ടുള്ള സ്മെല്ല് നമ്മുടെ സ്റ്റേക്കിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതെടുത്ത് മാറ്റണം കേട്ടോ. ഇനി നമ്മളിതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇത് വൈറ്റ് പേപ്പറാണ്, ബ്ലാക്ക് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ 3 ബ്രസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബ്രസ്റ്റിനനുസരിച്ചിട്ട് അതിന് വ്യത്യാസം വരുത്താം. ഇനി നമ്മളിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഹെൽത്തി ഓപ്ഷൻ. അതല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും. പക്ഷേ വെളിച്ചെണ്ണ ഓക്കെ അല്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കുറച്ച് ഒലിവ് ഓയിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാദ്യം നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ വേറൊരു മാരിനേഷൻ ചേർക്കണം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ ചേർത്തത് നമ്മുടെ തൊലിയോട് കൂടി ചതച്ച വെളുത്തുള്ളി, കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ച് പെപ്പർ പൗഡർ. ഇത് വൈറ്റ് പെപ്പറാണ്, ഏത് പെപ്പർ വേണമെങ്കിലും ഇടാം. പക്ഷേ ആ കൂട്ടത്തിൽ നമ്മൾ ഉപ്പ് കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പറയാനായിട്ട് വിട്ടുപോയതാണ്. ഉപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് വേറൊരു മാരിനേഷൻ ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആദ്യം നമുക്ക് ഡാർക്ക് സോയ സോസ് ഒഴിക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഒഴിക്കുന്നത്. കാരണം ഞാൻ 3 ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ആദ്യം ഇടുമ്പോൾ. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലോട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ എന്തായാലും കുഴപ്പമില്ല. സോസുകളിലൊക്കെ ഉപ്പുണ്ടാവും. ഞാൻ ഇതുപോലത്തെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ബാക്കി സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പാഴ്സ്ലി ലീഫ് ചേർക്കുന്നുണ്ട്. പാഴ്സ്ലി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. ഇനി കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മിക്സഡ് ഹെർബിൻ്റെ, അതായത് പിസ്സ സീസണിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ അതും ചേർക്കുന്നുണ്ട്. ഈ ഹെർബ്സിൻ്റെ മണമൊക്കെ ഇതിൽ വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി നമ്മളിതിലോട്ട് കുറച്ച് ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡർ, ഇത് ജിഞ്ചർ പൗഡറാണ്, ജിഞ്ചർ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് കുറച്ച് പാപ്രിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാപ്രിക്ക ഓപ്ഷനിലാണ്, കിട്ടുകയാണെങ്കിൽ ചേർത്തോ അല്ലെങ്കിൽ ചേർക്കണ്ട. ഇതിലൂടെ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം സോസിലൊക്കെ നല്ല ഉപ്പുണ്ടായിരിക്കും. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം ഇതൊരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ചിക്കനിലോട്ട് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ചേർത്താലും മതി, നമുക്ക് പൗഡർ ഇല്ലെങ്കിൽ. പക്ഷേ ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അത് എടുത്ത് കളയാം. നമ്മൾ ഓൾറെഡി ഇതിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളിത് എടുത്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ കുറച്ച് പൗഡറും കൂടി ചേർത്തത്. ഇനി നമ്മളിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് നമ്മുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റ്. റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കി നോക്കുക. ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അപ്പോൾ നോക്കിയിട്ടിടാം. അതായത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. കാശ്മീരി റെഡ് ചില്ലി നമ്മൾ ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ചൊറുക്കിയും ഉപ്പും
കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിലാണ് കുരു കളഞ്ഞതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ റെഡ് ചില്ലി പേസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ പൗഡർ ചേർത്താലും മതി. ഇനി നമുക്കിപ്പോൾ ഇതിനൊന്നും എരിവില്ല, അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കണം. അതിന് വേണ്ടി നമ്മൾ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, കേട്ടോ. അത് നിങ്ങളുടെ ഒരു അളവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ കാശ്മീരി ചില്ലി പൗഡറിന് എരിവുണ്ടായിരിക്കില്ല, അപ്പോൾ അത് എരിവുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ പാകത്തിന് എത്രയാണെങ്കിൽ ചേർത്ത് എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലോട്ട് ഇതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കറുപ്പ് കലർന്ന റെഡായിട്ടാണ് കാണുന്നത്. ഡാർക്ക് സോയ ചേർത്തത് കൊണ്ടാണ്. അത് നമുക്ക് ഡാർക്ക് സോയ ഇല്ല എന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് സോയ ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്, എരിവ് പാകത്തിനേ ഉള്ളൂ. കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയോ കുരുമുളക് പൊടിയോ നമുക്ക് ചേർക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ എരിവൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും അറിയാം. ഇനി നമ്മളിതെല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മിനിമം ഒരു 3 മണിക്കൂർ, തീരെ സമയമില്ലെങ്കിൽ 1 അവറെങ്കിലും നമ്മളിത് ഇങ്ങനെ തന്നെ അനക്കാതെ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് മുൻപ് നമുക്കിതിലോട്ട് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയുടെ നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങ നീരില്ല കയ്യിലെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്താലും മതി. എല്ലാ മാരിനേഷനും കഴിഞ്ഞതിന് ശേഷം മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടിയും ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് റാപ്പ് ചെയ്തിട്ട് എടുത്തു വയ്ക്കാം. ഇതിപ്പോൾ നാരങ്ങ നീര് നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. തീരെ സമയമില്ലെങ്കിൽ 1 അവർ വെക്കാം. ഞാൻ 3 മണിക്കൂറല്ല, അതിൽ കൂടുതൽ ഞാൻ വെക്കും. അപ്പം ഞാൻ ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു ഗ്രില്ലിംഗ് പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച്, ബട്ടർ പറ്റില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. എന്നിട്ട് നമുക്കത് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഒരു വൈറ്റ് സോസ് നമ്മൾ ഉണ്ടാക്കും, അതും കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം നമുക്കിനി ഗ്രില്ല് ചെയ്യുമ്പോൾ നോക്കാം. ഇനി നമുക്ക് ചിക്കൻ സ്റ്റീക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു വൈറ്റ് സോസ് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1.5 കപ്പ് പാലാണ്. 1.5 കപ്പ് പാലാണ് ഇതിനാവശ്യം. ഈ കപ്പ് 1.5 കപ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് കൂടുതൽ ഇനി എടുത്താലും കുഴപ്പമില്ല, നല്ലതാണ് വെളുത്തുള്ളി. ഇത് 2 ടേബിൾ സ്പൂൺ മൈദ, അത് കൂടണ്ട, 2 ടേബിൾ സ്പൂൺ തന്നെ മതി. ഇത് കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളക് പൊടി ഇത് വൈറ്റ് പേപ്പറാണ്. വൈറ്റ് സോസ് ആകുമ്പോൾ നമുക്ക് വൈറ്റ് പേപ്പറാണ് കുറച്ചും കൂടി നല്ലത്. കുഴപ്പമൊന്നുമില്ല, എന്ത് പേപ്പറായാലും കുഴപ്പമില്ല. ഇനി ഇത് ക്രഷ്ഡ് ചില്ലി, നമ്മുടെ ചതച്ച മുളകില്ലേ, അത് പിന്നെ ഇത് ഒറിഗാനോ, ഇത് മിക്സഡ് ഹെർബ്, ഇത് റോസ്മേരി. ഇനി ഒറിഗാനോ റോസ്മേരി സെപ്പറേറ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മിക്സഡ് ഹെർബ്, പിസ്സ സീസണിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹെർബും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഹെർബ്സ് എടുത്താലും മതി. പക്ഷേ എനിക്ക് ഹെർബ്സിൻ്റെ ഒക്കെ മണം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇടണം. അപ്പോൾ ഇത് നമ്മൾ ബട്ടറിലാണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. നമ്മൾ നിർബന്ധമായിട്ടും ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ മറ്റ് പാത്രങ്ങളാണെങ്കിൽ നല്ല മയക്കുള്ള അടിയൊന്നും പിടിക്കാത്ത പോലത്തെ നല്ല ചൂട് കട്ടിയുള്ള പാത്രങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ കൈവിടാതെ നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മളൊരു മിനിമം ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കി വെക്കുക. ആ ലൂസ് അത് നമ്മൾ ചൂടാറുമ്പോൾ ചിലപ്പോൾ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് പാല് ചൂടാക്കിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിക്കോളും. ഒരുപാട് ലൂസായിട്ടല്ല ഉണ്ടാക്കേണ്ടത്, നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഈ ചിക്കൻ സ്റ്റീക്കിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ളതൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ മൈദ മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണ്ട. പക്ഷേ ഇതും കൂടി കൂട്ടി കഴിക്കാനാണ് സ്റ്റീക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ടൊരു പീസ് ബട്ടർ ഇട്ടു. നമ്മളിത് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ താല്പര്യമില്ലാത്തവർ ഓയിലോ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ബട്ടർ ഞാനിത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് മെൽറ്റായിട്ട്, ഒരുപാട് അങ്ങ് മെൽറ്റായി കറുത്തൊന്നും പോകരുത്. ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മെൽറ്റ് ആകുമ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളിയാണ്. ഗാർലിക് വളരെ ചെറുതായിട്ട്, ഇതിനും ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചോപ്പ് ചെയ്യാം. അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നും ഒരുപാട് കറുത്തൊന്നും പോകരുത് കേട്ടോ. വൈറ്റ് സോസാണ്, ബ്രൗൺ കളർ ആവരുത്. പിന്നെ സ്മെൽ ചേഞ്ച് വരും. ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്താൽ സഡൻലി നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മൈദ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആകെ ഇതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മളിതൊന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ മൈദ ഇട്ട് കൊടുക്കും. ലൈറ്റ് ബ്രൗൺ അത്രയും മതി, ഒരുപാടാകരുത്. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൂടരുത്. അപ്പോൾ നമ്മുടെ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതൊന്ന് നിർത്താതെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. 1 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി, ഒരുപാട് സമയം നടക്കണ്ട. 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. മൈദ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പാല് 1.5 കപ്പ് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അളവ് നമ്മൾ തെറ്റിപ്പോകരുത് കേട്ടോ, മൈദയുടെയും പാലിൻ്റെ ഒക്കെ. ഞാൻ മൈദ ഒരിക്കൽ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ട്രൈ ചെയ്തിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ സോസിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായില്ല, അതായത് ഭയങ്കര ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെയും മൈദ ചൂടാക്കിയിട്ട് ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൈദ ഇതുപോലെ തന്നെ ഇട്ടോളൂ. 1.5 കപ്പിന് 2 ടേബിൾ സ്പൂൺ മൈദ തന്നെ ഇടാം. പിന്നെ നമ്മൾ ലസാനിയയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും ഇതുപോലൊരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. സെയിം ഏകദേശം ആ സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൽ മൈദ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നന്നായിട്ട് ഈ മൈദയൊക്കെ ഒന്ന് അതിലോട്ട് യോജിപ്പിക്കുക. ഈ പാലിനൊരു ക്രീമി കൺസിസ്റ്റൻസി വരാനാണ് നമ്മൾ ഇതിലോട്ട് ഈ മൈദ ചേർക്കുന്നത്. സോറി, ഞാൻ അറിയാതെ ഈ മുളക് ഇട്ട് ഞാൻ വീഡിയോ ഓണാക്കിയില്ല. ഒരു 1/2 ടീസ്പൂൺ, ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട്, ഒരു 1/4 ടീസ്പൂൺ കൊണ്ട് ഇട്ട്, കാരണം ഇത് എരിവുള്ള മുളകും പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇടുന്നുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയുടെ കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ, കാരണം ഇത് മുളക് എരിവുള്ളതാണ്, കാശ്മീരി ചില്ലി അല്ല. അപ്പോൾ കുറച്ച് ഇടാം. ഇനി കുറച്ച് നമ്മുടെ ഒറിഗാനോ ഇടുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. ഈ ഒറിഗാനോ അല്ലെങ്കിൽ പാഴ്സ്ലി എന്നൊക്കെ പറയുന്നത്, ഒറിഗാനോയും റോസ്മേരിയാണ് ഞാൻ ഇടുന്നത്. മിക്സർ ഹെർബ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. മിക്സർ ഹെർബും ഇതിൻ്റെ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇൻക്ലൂഡ് ഉണ്ടാവും. അങ്ങനെ നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ പാല് ഇതേ കട്ടിയായി തുടങ്ങിയപ്പോൾ നമ്മളിതിലോട്ട് നമ്മുടെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് അപ്പം ഇട്ട് കൊടുക്കാം. തൽക്കാലം ഇത് മതി. ഞാനൊരു വിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇളക്കാനായിട്ട്, കാരണം എല്ലാം ടൈറ്റ് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ സംഭവം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. നല്ലോണം ആയിട്ടില്ല, ആയി വരുന്നു. ഇത് മതി. ഈ ടൈറ്റ്നെസ്സിൽ നമ്മൾ ഓഫ് ചെയ്യുക. തീയെ അങ്ങനെ ഓഫ് ചെയ്യാണ്. ഇനി അതവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകും. ഇനി നമുക്കിത് ഒന്നും കൂടി ലൂസാക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി പാലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ലൂസായി ടൈറ്റ് ആയി കഴിഞ്ഞാൽ ടെൻഷൻ ആവണ്ട. അത് ഒന്നും കൂടി ലൂസായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത്തിരി പാൽ ഒഴിച്ച് കൊടുക്കുക. ഉപ്പുണ്ട്. ഇനി ഞാൻ ഉപ്പിടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല മണമാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഹെർബ്സൊക്കെ ഇടുന്നതുകൊണ്ട്. അപ്പോൾ ഹെർബുകൾ നമ്മൾ ഇടാതിരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഹെർബ്സൊക്കെ ഇടാം. വേണമെങ്കിൽ പാസ്ലിയും കൂടി ഇടാം. ഞാനിപ്പോൾ പാസ്ലി ഇട്ടിട്ടില്ല. ഞാനിവിടെ ഒറിഗാനോയും റോസ്മേരിയും മിക്സഡ് ഹെർബിൽ തന്നെ ഉണ്ട് എല്ലാം. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒരുപാട് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്തായാലും ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ഇത്തിരി പാല് ചൂടായിട്ട് ഒഴിക്കാൻ കണ്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇതേവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്കിതൊരു സോസായിട്ട് ചിക്കൻ സ്റ്റീക്കിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത് കൂടുതൽ ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ കുറച്ച് പാല് ചൂടാക്കി ഒഴിച്ചിട്ട് നമുക്ക് ക്രീമാക്കി എടുക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചെറി ടൊമാറ്റോ, ക്യാപ്സിക്കം 2 കളറാണ്, അത് പച്ചയും ഒന്ന് റെഡും, ഇത് ക്യാരറ്റ്, പിന്നെ സബോള. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് എടുക്കാം ഗ്രില്ല് ചെയ്യാനായിട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ബ്രക്കോളി കൂടി എടുത്തിട്ടുണ്ട്. ഈ ബ്രക്കോളി ഇതുപോലെ പൂവായിട്ട് അടർത്തി എടുക്കുക. എന്നിട്ട് അത് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിന്നൊക്കെ വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൂടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. സൈഡൊന്ന് തള വന്നാൽ മതി. അപ്പം തന്നെ തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ ഊറ്റിയെടുക്കാം. ബ്രക്കോളി എന്തായാലും ഇടാൻ ശ്രമിക്കുക. വളരെ ഹെൽത്തി ആയിട്ടൊരു വെജിറ്റബിളാണ് ബ്രക്കോളി. ബട്ടറിലൊക്കെ സോട്ട് ചെയ്ത് കൊടുത്താൽ കുട്ടികൾ നന്നായി കഴിച്ചോളും. ഇതിലെടുത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇത് ബട്ടറിൽ സോട്ട് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ചെറിയ ടൊമാറ്റോ എന്നുള്ളത് ഓപ്ഷനിലാണ്. എല്ലാവർക്കും ചിലപ്പോൾ അത് കിട്ടില്ല. അങ്ങനെ കിട്ടാത്തവർ നമ്മുടെ നോർമൽ ടൊമാറ്റോ എടുത്ത് അതിൻ്റെ വാട്ടർ കണ്ടന്റ് അങ്ങ് മാറ്റിയിട്ട് ആ സ്കിൻ മാത്രം എടുത്ത് കട്ടിക്ക് എടുക്കുക. ഇച്ചിരി വലിയ പീസുകളാക്കി എടുക്കുക. ചിലർക്ക് യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് എന്തെങ്കിലും അലർജറ്റിക് ആണെങ്കിൽ തക്കാളി എടുക്കാതിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ ക്യാരറ്റ്, സബോള അത് മസ്റ്റായിട്ട് എടുക്കുക. അതുപോലെ ബ്രക്കോളി കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ബേബിക്കോൺ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ബേബിക്കോൺ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ
നമ്മുടെ കയ്യിൽ എന്താണ് വെജിറ്റബിൾസ് എന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളത് എന്താണ് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതെടുക്കുക. അത് ഓരോ നാട്ടിലും കിട്ടുന്ന വെജിറ്റബിൾ അനുസരിച്ച് വ്യത്യാസം വരും. ഇനി നമുക്ക് വേറൊരു സംഭവം ഇതിലോട്ട് ചേർക്കുന്നത് പൊട്ടറ്റോ ആണ്. ഈ പൊട്ടറ്റോ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കിച്ചണിൽ ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്, നല്ല ടേസ്റ്റുമാണ് പൊട്ടറ്റോ ഈ ബട്ടറിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ പൊട്ടറ്റോ ഇതുപോലെ ഈ നന്നായിട്ട് ഇത് വാഷ് ചെയ്യുക, എന്നിട്ട് ഈ സ്കിൻ കളയാതെ തന്നെ വളരെ നൈസായിട്ട് കട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏത് റൗണ്ടിൽ റൗണ്ടിൽ കട്ട് ചെയ്യുക, അതല്ല റൗണ്ടിൻ്റെ പകുതിയായിട്ടാണ് നീളത്തിൽ അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എങ്ങനെയായാലും വളരെ കനം കുറഞ്ഞ് സ്കിന്നോട് കൂടി അത് റിമൂവ് ചെയ്യാതെ തന്നെ അത് കട്ട് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്കിന്നിൽ അഴുക്കുണ്ടാവും. എന്നിട്ട് നമ്മളത് ബട്ടറിലൊന്ന് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക. പൊട്ടറ്റോ കിട്ടാത്ത നാടില്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും എപ്പോഴും പൊട്ടറ്റോ ഉണ്ടാവും. അപ്പോൾ അത് ഇനി നമുക്ക് ബട്ടർ ചൂടാക്കി നമ്മുടെ ചിക്കൻ ആദ്യം ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. ഇവിടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷനാണ്. ബട്ടറിന് പകരം ഓയിലോ എന്താണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്നെങ്കിൽ അത് ഉപയോഗിക്കാം. അതിൽ നിന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം, ആ വെളുത്തുള്ളി അങ്ങ് മാറ്റിക്കളയാം കേട്ടോ. ആ വെളുത്തുള്ളി ആ തൊലിയോട് കൂടി ഈ ബട്ടറിൽ കിടന്ന് ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ പട്ടൊരു സ്മെല്ല് വരും. അപ്പോൾ അത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഈ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ചിക്കൻ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി 2 കഷ്ണം കൂടി ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അത് വളരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും വേവില്ല, പുറത്ത് മാത്രം അത് ഒന്ന് കരിഞ്ഞ പോലെയോ, പുറത്ത് മാത്രമേ വേവുള്ളൂ, അകത്ത് വേവില്ല. അപ്പോൾ നമ്മളത് ഒരു ഇടത്തരം തീയിലിട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിങ് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സൈഡ് ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം. നമ്മുടെ ചിക്കൻ ഒരുവിധം അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. അതാ ഈ സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ സെറ്റ് ഒന്നും കൂടി എടുക്കാം. എന്നിട്ട് അടുത്ത സെറ്റ് ഇടാം. അങ്ങനെ അടുത്ത 2 പീസേ ഉള്ളൂ. ഇനി നമ്മുടെ വെളുത്തുള്ളി, നമ്മുടെ തൊലിയൊക്കെ നമ്മൾ തൊലിയോട് കൂടി ചതച്ചിട്ടില്ലേ, ആ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി നമുക്ക് ഇതിൻ്റെ സൈഡിലൊന്നും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ തൊലിയോട് കൂടി ഇടുമ്പോൾ ചിലപ്പോൾ ആ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റി അടുത്ത ട്രിപ്പ് ഇടാം. നമ്മളിതേ അടുത്ത 2 ചിക്കൻ പീസും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് സ്ലോലി കുക്ക് ചെയ്തെടുക്കുക. സ്ലോ കുക്കാണ് എപ്പോഴും നല്ലത് കേട്ടോ, അല്ലാതെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. പിന്നെ ഇത് നമ്മുടെ പാത്രമാണ്. ആ പാത്രത്തിലോട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒരു മസാല അതിൽ പെടും. അല്ലാണ്ട് വെറുതെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യുന്നതാണ്. നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഈ ബാക്കി വന്ന മസാലയിലൊന്ന് സോട്ട് ചെയ്തെടുത്തു. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാത്തിലും കറക്റ്റ് പിടിക്കാനുള്ള മസാലയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് മാത്രം. ഇനി നമ്മൾ ഈ പാനിൽ തന്നെ ഇട്ടിട്ടാണ് ഗ്രില്ല് ചെയ്യുക. അപ്പോൾ ബാക്കി ആ ബട്ടറിലുള്ള മസാലയുടെ ടേസ്റ്റൊക്കെ അതിലോട്ട് കിട്ടും. ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ സമയത്ത് കട്ട് ചെയ്യുള്ളൂ. അതിലൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ 2ാമത്തെ ട്രിപ്പും എടുത്തു. ഇനി നമ്മൾ വീണ്ടും ബട്ടർ കുറച്ച് കൊടുത്തിട്ട് നമ്മളതിലോട്ട് നമ്മുടെ ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമ്മൾ ഓരോ പ്രാവശ്യം ചിക്കൻ എടുക്കുമ്പോഴും അതിൽ കരി പിടിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഇടാനായിട്ട്. ഇനി ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് വെന്തുടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പൊട്ടറ്റോസ് ഇടാം. ഈ പൊട്ടറ്റോ നമ്മളിത് സോട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടറ്റോ സൈഡിൽ അരിഞ്ഞ് വയ്ക്കാം. അതിന് മുന്നേ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോയുടെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് അത് അരിഞ്ഞ് വയ്ക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളതിലോട്ട് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മസാല അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മസാല കൂടുതലായിട്ട് നിങ്ങളുടെ പാത്രത്തിലുണ്ട് അത് മിക്സ് ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ പിന്നെ അധികം പിന്നെ ഉപ്പ് ചേർക്കണ്ട, നോക്കിയിട്ട് ചേർത്താൽ മതി. കാരണം സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും. ആ സമയം കൊണ്ട് ഞാനവിടെ വെജിറ്റബിൾസ് നമ്മുടെ ഈ പൊട്ടറ്റോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ശരിയാക്കി വെച്ചാൽ അത് കറുത്ത് പോകും. അതുകൊണ്ടാണ് ഇത് കനം കുറച്ച് തൊലി കളയാതെ അതുപോലെ വട്ടത്തിൽ നോക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോക്കിയെടുക്കാം. ഒരുപാട് കട്ടിയിൽ നോക്കുന്നവരുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് വേവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രില്ലായി വരാൻ എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത്. അത് വളരെ ടേസ്റ്റിയാണ് ബട്ടറിലത് ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അതെന്തായാലും ചേർക്കാം. എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും പൊട്ടറ്റോ ഉണ്ടാവും. ഇനി പൊട്ടറ്റോ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് മാറ്റാം.
അടുത്ത ട്രിപ്പ് ഇതേ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ പൊട്ടറ്റോസ് വെച്ച് കൊടുക്കാം. ഇതങ്ങനെ അങ്ങ് പരത്തി കൊടുക്കുക. നന്നായിട്ട് കനം കുറച്ച് അരിയണം. ഇതെല്ലാം വെച്ചിട്ട് വരാം. നമ്മൾ പൊട്ടറ്റോസ് ഇതേ ബട്ടറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മാക്സിമം 1 ട്രിപ്പ് തന്നെ ഇടാനായിട്ട് നോക്കുക. അതിനുള്ള പൊട്ടറ്റോ നമ്മൾ എടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ഇരിക്കുന്തോറും കറക്കുകയും ചെയ്യും. ഇത് ഫ്രൈ ചെയ്തത് പൊട്ടറ്റോ പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോകും. അപ്പോൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഗ്രില്ല് ചെയ്ത് ഒന്ന് 2 സൈഡിൽ ലൈറ്റായിട്ട് ബ്രൗൺ ആവുന്നത് വരെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഒരുവിധം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പുറത്തെ സൈഡ് ആ ചൂടി കിടന്ന് അങ്ങനെ മെല്ലെ ആയിക്കോളും. നമുക്കിവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ ചൂടി കിടന്ന് ആയിക്കോട്ടെ. നമുക്കതിപ്പോൾ അടിഞ്ഞെടുക്കുന്നത് നേരെ പ്ലേറ്റിലോട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രില്ലായി കഴിഞ്ഞു, വെജിറ്റബിൾസ് ഓക്കെ ആയി. ഇനി നമ്മുടെ വൈറ്റ് സോസും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സ്റ്റീക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് 2 പീസ് ചിക്കൻ വെച്ചിട്ടുണ്ട്. അത് 1 ബ്രസ്റ്റാണിത്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ്, പൊട്ടറ്റോ, വൈറ്റ് സോസ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, ഇതിൻ്റെ കൂടെ ഒരു ലെമണും കൂടി എടുത്ത് വെച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ പിഴിഞ്ഞ് കഴിക്കുകയും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മളിത് പുറത്തൊക്കെ പോയി ചിക്കൻ സ്റ്റിക്ക് കഴിക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നമുക്കൊരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം. ഫുൾ മീലാണിത്. ചിക്കൻ മാത്രമല്ല, വെജിറ്റബിളും സോസും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വയറ് നിറയും. അപ്പോൾ ലഞ്ചിനോ ഡിന്നറിനോ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.